ഞാനിവിടെ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ പാകത്തിനൊക്കെ കുഴക്കില്ലേ, അതേപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ആദ്യം വെള്ളം പാകാവാനായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക. വെള്ളം പാകായെന്ന് തോന്നുവാണെങ്കിൽ നല്ല രീതിയിൽ കുഴച്ചുരുട്ടിയെടുക്കാം. അവസാനം കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണം, എന്നാലേ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മാക്സിമം ഞെക്കി കുഴച്ചെടുക്കണം. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ വേകാൻ വച്ചിട്ടുണ്ടായിരുന്നു. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് ഒരു 3 വിസിലടിച്ചാൽ മതി. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. വിസിൽ പോകുമ്പോൾ തന്നെ എടുത്ത് തൊലി കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിനകത്ത് കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടില്ല കേട്ടോ. ഉരുളക്കിഴങ്ങെല്ലാം തൊലി കളഞ്ഞൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി മല്ലിയിലയാണ് വേണ്ടത്. ഇത്തിരി കൂടുതൽ തന്നെ മല്ലിയില വേണേ. മല്ലിയിലയും കഴുകി വൃത്തിയാക്കി ഒരു ടവലിനകത്ത് നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കണം. അതിനകത്ത് കട്ടിയുള്ള തണ്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തി പരത്തുമ്പോഴത്തേക്കും ഈ തണ്ട് അതിൻ്റെ അകത്ത് വന്നാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തണ്ടൊക്കെ കളഞ്ഞ് ഇതേപോലെ എടുക്കണം. കനം കുറഞ്ഞ തണ്ട് കുഴപ്പമില്ല, കനം കൂടിയ തണ്ടാണെങ്കിൽ എല്ലാം മാറ്റണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ അരിഞ്ഞെടുത്ത മല്ലിയില ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരല്പം ജീരകം ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിന് ഗ്യാസ് ഉള്ളവരുണ്ടാവും, അപ്പോൾ ജീരകം ഇട്ട് കൊടുത്താൽ നമുക്ക് ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരല്പം ജീരകം കൂടെ ചേർത്ത് ഉരുളക്കിഴങ്ങൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ചു വെച്ച ഗോതമ്പ് മാവാണിത്. ഇതൊന്ന് ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഞാനൊരു 6 ചപ്പാത്തിക്കുള്ള ബോളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ മാവ്. സാധാരണ വെള്ളത്തിൽ തന്നെയാട്ടോ ഇത് കുഴച്ചത്, ചൂടുവെള്ളത്തിലൊന്നുമല്ല, സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ ഇത് കുഴച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പൊടി മുക്കിയിട്ട് ഒത്തിരി വട്ടത്തിൽ വേണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക ആദ്യം തന്നെ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ബോൾ പോലെ ആക്കിയിട്ട് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കുഴിച്ചു പിടിച്ചിട്ട് ബോൾ പോലെ ഉരുട്ടിയെടുക്കണം ഉരുളക്കിഴങ്ങ്. എന്നിട്ട് ഇതിനകത്തേക്ക് വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ആദ്യം 2 അറ്റം ഇതേപോലെ ഒന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അത് പൊതിഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങനെയും വേണമെങ്കിൽ എടുക്കാം, വേറൊരു രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ആ രീതിക്കും എടുക്കാം. ഏത് രീതി ആയാലും ഉരുളക്കിഴങ്ങ് പുറത്തേക്ക് ചാടി പോവാതിരുന്നാൽ മതി. പരത്തുമ്പോൾ ചാടി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടി ശരിയാവില്ല. അതുകൊണ്ട് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇതേപോലെ കൈകൊണ്ടൊന്ന് പരത്തി പരത്തി കൊടുക്കുക. മാക്സിമം പരത്താവുന്നത് കൈകൊണ്ട് തന്നെ പരത്തി കൊടുക്കണം. ഇനി അല്പം പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പൊടിയും കൂടെ വെച്ച് നമ്മൾ കൈകൊണ്ട് ഞെക്കി വീണ്ടും ഒന്ന് പരത്തി കൊടുക്കണം. എത്രത്തോളം പരത്തി കൊടുക്കാവോ അത്രത്തോളം ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കാം. ഇനി ഇത് ബാക്കിയുള്ളത് നമുക്കിനി കോല് ഉപയോഗിച്ച് റോൾ ചെയ്ത് കൊടുക്കാം. കോല് ഉപയോഗിച്ച് പരത്തുമ്പോൾ സെൻറ്ററിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തരുത് കേട്ടോ. അത് പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് ചാടി പുറത്തേക്ക് വരും. സൈഡ് വശം ചേർത്ത് വേണം പരത്തി പരത്തി കൊടുക്കാനായിട്ട്. പ്രസ്സിങ് കൂടുതൽ കൊടുക്കേണ്ടത് നമ്മുടെ അരികോട് ചേർത്താണ് പ്രസ്സിങ് കൂടുതൽ കൊടുക്കേണ്ടത്. സെൻറ്റർ പോർഷനിലേക്ക് പ്രസ്സിങ് കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ. ആ രീതിയിൽ പരത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ റൊട്ടി പൊട്ടി പോവാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം ഇതേ കണ്ടില്ലേ, നല്ല രീതിയിൽ പരത്തി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ പരത്താം. ഈ മോമോസ് ഒക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ നമുക്ക് ഇതിങ്ങനെ റാപ്പ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് വെച്ചിട്ട്. ഇങ്ങനെ റാപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എളുപ്പം. മറ്റേ രീതിയിലാവുമ്പോൾ ചിലപ്പോൾ മാവ് പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റാപ്പ് ചെയ്ത് കൊടുക്കാം.
ഇനി ഒന്ന് പരത്തി കൊടുക്കാം. ആദ്യം പരത്തിയ പോലെ തന്നെ പൊടിയിട്ട് മാക്സിമം ഒന്ന് പരത്തി കൊടുത്തിട്ട് വേണം കോല് കൊണ്ടൊന്ന് പരത്തി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് ആദ്യം 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് ആദ്യം ഒന്ന് ചുട്ടു കൊടുക്കാം. അതിനുശേഷം നെയ്യിട്ട് തടവി കൊടുക്കാം. ഒരല്പം നെയ്യ് കൂടുതൽ വേണം കേട്ടോ. കുട്ടികൾക്കൊക്കെ നെയ്യ് കുഴപ്പമില്ല, മുതിർന്നവരാകുമ്പോൾ ഇച്ചിരി നെയ്യ് കുറച്ച് ഉപയോഗിക്കണമായിരിക്കും നല്ലത്. ഒരു വശം ഒന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ അടുത്ത വശം അതേപോലെ തന്നെ ഇട്ട് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വയ്ക്കാം നമുക്ക്. എന്നിട്ട് അതേപോലെ തന്നെ അടുത്തതും പരത്തിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ചപ്പാത്തി ഇതേപോലെ പരത്തി വച്ച് കഴിഞ്ഞിട്ടാണ് ചുട്ടു തുടങ്ങുന്നത്. ഇപ്പോൾ അടുത്തതും അതേപോലെ തന്നെ നെയ്യ് തേച്ച് കൊടുക്കുകയാണ്. നെയ്യ് കൂടുതൽ തേക്കണം എന്നില്ല. നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ തേച്ചാലും മതി. നെയ്യ് തന്നെയായിട്ട് തേക്കണം എന്നില്ല. ഞാനിപ്പോൾ രണ്ടാമത്തെ ചപ്പാത്തി നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് തേച്ച് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ തേച്ചാലും മതി കേട്ടോ. ആലു പൊറോട്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.